ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ വീഡിയോ ആയിട്ട് തന്നെയാണ്. പഴയ ഷർട്ടൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയമില്ലാതെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഫാമിലിയിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ എൻ്റെ കയ്യിലൊരു പഴയ ഷർട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഷർട്ടിൻ്റെ സ്ലീവിൻ്റെ ഭാഗം, അതായത് കൈയുടെ ഭാഗം നമുക്ക് ടേബിളിലൊന്ന് വിരിച്ചു കൊടുക്കാം. ഇതുപോലെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നിവർത്തിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വിരിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു സ്ലീവിൻ്റെ ഈ ഒരു ഭാഗത്ത് വെച്ച് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതായത് നമ്മുടെ കൈമുട്ടിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ആ ഒരു കൈമുട്ടിൻ്റെ ഭാഗത്ത് വെച്ച് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പം ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതായത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ ഇതാ മെഷീൻ വെച്ച് ഒന്ന് തയ്ച്ചെടുക്കുകയാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ മെഷീനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സാധാ സൂചി വെച്ച് തയ്ച്ചെടുത്താലും മതി. ഇനി ആ ഷർട്ടിൻ്റെ തന്നെ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് 2 വള്ളി പോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇപ്പം ഞാൻ എന്താ ആ ഒരു ചെറിയ കട്ട് പീസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ച സ്ലീവിൻ്റെ ഭാഗമാണ്. ഈ ഒരു സ്ലീവിൻ്റെ ഈ ഭാഗം കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഈ 2 നാടകൾ യോജിപ്പിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് തുന്നിയെടുത്താൽ മതി. ഇപ്പം ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. ചെറിയൊരു തുണിസഞ്ചിയുടെ രൂപത്തിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് നമുക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ടല്ലോ, ആ ഒരു വാട്ടർ ബോട്ടിലൊക്കെ ഇട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള വാട്ടർ ബോട്ടിലൊക്കെ ഉണ്ടല്ലോ, ആ ഒരു വാട്ടർ ബോട്ടിലൊക്കെ നമുക്ക് ഈ ഒരു നമ്മൾ ഉണ്ടാക്കിയ സ്ലീവിൻ്റെ ബാഗിലോട്ട് ഇട്ടിട്ട് കൊണ്ടുപോകാവുന്നതാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള വാട്ടർ ബോട്ടിൽ പിടിക്കാനുള്ള വള്ളിയൊക്കെ ഉണ്ട്. ഇതില്ലാത്ത വാട്ടർ ബോട്ടിലൊക്കെ കാണുമല്ലോ, അപ്പോൾ അതൊക്കെ നമുക്ക് ഇതുപോലെ സ്ലീവിൻ്റെ ബാഗിലോട്ടിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. അത് മാത്രമല്ല പുറത്തോട്ട് നമ്മുടെ വാട്ടർ ബോട്ടിൽ കാണുകയില്ല. പഴയ ഷർട്ടൊക്കെ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ അതിൻ്റെ സ്ലീവൊക്കെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു ബാഗ് തന്നെ വേറൊരു തരത്തിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ വീട്ടിലൊക്കെ വാങ്ങിച്ചു വെക്കുന്ന സവാളയൊക്കെ ഉണ്ടാവല്ലോ, ആ ഒരു സവാള നമ്മൾ സാധാരണ പാക്കറ്റിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ചീത്തയായി പോകും. പിന്നെ നമ്മൾ സവാളയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ബാസ്ക്കറ്റിൽ വെച്ചിട്ട് ഒരു അടുക്കളയുടെ ഒരു മൂലയ്ക്ക് കൊണ്ട് വെക്കും അല്ലേ. അപ്പോൾ അത് അടുക്കളയ്ക്ക് തന്നെ കാണാനൊരു ഭംഗി കുറവാണ്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ട്രിക്കാണ്. ഇതുപോലൊരു സ്ലീവിൻ്റെ ബാഗ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു ബാഗിലോട്ട് നമുക്ക് നമ്മുടെ സവാളയൊക്കെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് എത്ര സവാള വേണമെങ്കിലും ഈ ഒരു സ്ലീവിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ എൻ്റെ കയ്യിലെ എല്ലാ സവാളയും ഈ ഒരു സ്ലീവിൻ്റെ ബാഗിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ എത്ര നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. അതേസമയം നമ്മൾ ബാസ്ക്കറ്റിലാണ് വെച്ചെങ്കിൽ നമ്മുടെ അടുക്കളയ്ക്ക് ഒരു ഭംഗിക്കുറവ് തന്നെയാണ്. അത് മാത്രമല്ല ഈ ഒരു പാക്കറ്റ് തുണിയുടെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സവാള പെട്ടെന്ന് ചീത്തയാവുന്നുള്ള പേടിയും വേണ്ട. പിന്നെ നമ്മൾ ഇതുപോലെ സവാളയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ അടുക്കളയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് തൂക്കിയിടാവുന്നതുമാണ്. ഇതിലോട്ട് സവാള മാത്രമല്ല നമ്മുടെ ഉരുളക്കിഴങ്ങ്, പിന്നെ വെളുത്തുള്ളി, അതുപോലെ നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കാത്ത സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, ആ സാധനങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ സ്ലീവിൻ്റെ ബാഗ് ഉണ്ടാക്കിയിട്ട് അതിലോട്ടിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ എപ്പോഴും അടുക്കള നീറ്റായിട്ട് ഇരുന്നോളും. മാത്രമല്ല ഈ ഒരു ബാഗ് തുണിയുടെ ആയതുകൊണ്ട് തന്നെ എയറൊക്കെ നന്നായിട്ട് കടന്നോളും. അതുകൊണ്ട് തന്നെ നമ്മുടെ പച്ചക്കറികൾ ചീത്തയാവുന്നുള്ള പേടിയും വേണ്ട. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു ടിപ്പ് കൂടിയാണിത്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എന്താ ഷർട്ട് ഇതുപോലെ വിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഷർട്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിൻ്റെ താഴ്ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അതായത് മുകളിലത്തെയും താഴത്തെയും ഭാഗം, ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമുക്കൊന്ന് തുന്നിയെടുക്കണം. അതായത് 2 ഭാഗവും നമുക്ക് തുന്നിയെടുക്കണം. ഇപ്പം ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഈ ഒരു 2 ഭാഗവും ഞാൻ തുന്നിയെടുത്തിട്ടുണ്ട്. ഇനി ആ ഷർട്ടിൻ്റെ സെൻറ്ററിലുള്ള ബട്ടൺസ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് അതിലോട്ടേക്ക് നമ്മുടെ പില്ലോ വെച്ച് കൊടുക്കാം. അതായത് നമുക്ക് നമ്മുടെ പില്ലോ കവറായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇത്. ഇതുപോലെ നമ്മുടെ തലയണ അതിലോട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു തലയണ കവറായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്.
ഇപ്പം ഞാൻ ഇത് തലയണയ്ക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബട്ടൺസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പം കണ്ടില്ലേ, നല്ലൊരു ഭംഗിയുള്ള തലയണ കവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഈ ഒരു പഴയ ഷർട്ട് വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു സ്ലീവിൻ്റെ ഭാഗമാണ്. ഈ ഒരു സ്ലീവിൻ്റെ ഭാഗം ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പം ഞാൻ എന്താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ഭാഗമാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിനെ ഒന്ന് ഭംഗി കൂട്ടാനായിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഞാൻ ഇതുപോലുള്ള ഒരു ലേസ് വെച്ച് കൊടുക്കുകയാണ്. ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫാബ്രിക് ഗ്ലൂ ഒഴിച്ചിട്ട് സ്റ്റിക്ക് ചെയ്തെടുത്താലും മതി. ഇപ്പം ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു 2 ബട്ടൺ കണ്ടില്ലേ, ആ 2 ബട്ടൺ നിങ്ങൾ ഇളക്കി മാറ്റാൻ പാടില്ല. അത് അങ്ങനെ തന്നെ വെക്കണം കേട്ടോ. അത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലൊക്കെ കർട്ടൻ ഉണ്ടാവുമല്ലോ, ആ ഒരു കർട്ടനൊക്കെ നമുക്കൊന്ന് ഒതുക്കി നിർത്താനായിട്ട് ഈ ഒരു സ്ലീവിൻ്റെ ഭാഗം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഇതുപോലെ കർട്ടനെ ചുരുക്കി എടുത്തതിന് ശേഷം ഈ ഒരു സ്ലീവിൻ്റെ ഭാഗം ഉണ്ടല്ലോ, ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആ ഒരു ബട്ടൺസ് വെച്ചിട്ട്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ബട്ടൺസ് കളയാൻ പാടില്ല എന്നുള്ളത്, ആ ഒരു ബട്ടൺസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ലോക്ക് ചെയ്യുന്നത്. ഇനി ആ ഒരു ബട്ടൺസിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് പുറകിലോട്ട് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ ഇതുപോലുള്ള സ്ലീവ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ കർട്ടനെ ഭംഗിയിൽ ഒതുക്കി നിർത്താനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാൻ ഷർട്ട് വിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഷർട്ടിൻ്റെ ഈ ഒരു 2 ഭാഗം കണ്ടില്ലേ, ഞാൻ കാണിക്കുന്ന 2 സൈഡും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ നേരത്തെ പില്ലോ കവർ ഉണ്ടാക്കാനായിട്ട് ചെയ്തില്ലേ, അതുപോലെ തന്നെ 2 സൈഡ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ 2 സൈഡും അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ഈ ഒരു ഷർട്ടിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഷർട്ടിനെ 4 ഭാഗത്തായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. 4 കോർണറിലും 5 സെൻറ്റിമീറ്റർ നീളവും വീതിയുള്ള ഒരു ചതുരം മാർക്ക് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ 4 കോർണറും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതുപോലെ ഒന്ന് പിടിച്ചതിന് ശേഷം ആ ഒരു 2 കോർണറും കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് 4 കോർണറും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അത് കറക്റ്റായിട്ട് നിൽക്കാനായിട്ട് അതിൻ്റെ അടിഭാഗത്തായിട്ട് ഞാൻ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് വെച്ച് കൊടുത്തതാണ്. ഇപ്പം നമുക്കൊരു ബട്ടൺസ് ഒക്കെ ഉള്ള ഒരു ബാഗിൻ്റെ രൂപത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ അധികം യൂസ് ചെയ്യാത്ത ഡ്രസ്സൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു ഡ്രസ്സൊക്കെ നമുക്ക് ഇതിലോട്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതുപോലെ ബട്ടൺസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ കബോർഡിലോട്ട് വെക്കുകയാണെങ്കിൽ ചെറിയൊരു സ്ഥലത്ത് തന്നെ, അതായത് ഒരു സ്ഥലത്ത് തന്നെ ഒത്തിരി ഡ്രസ്സ് നമുക്ക് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ പഴയ ഷർട്ടൊക്കെ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെയുള്ളൂ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.